ഇന്നലെ വലിയ പ്രാധാന്യത്തോടു കൂടി ലാലേട്ടൻ ചോദിച്ചൊരു കാര്യമാണല്ലോ ക്വാളിറ്റി. നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടോ സിബിൻ? ഇവിടെ ആർക്കാണ് ക്വാളിറ്റി ഇല്ലാത്തത്? അപ്പോൾ ആ ക്വാളിറ്റി എന്ന് പറയുന്ന വേർഡ് സിബിൻ പറഞ്ഞത് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇന്നലെ ഉയർത്തി കാണിച്ചു. അത് സിബിൻ പറഞ്ഞപ്പോഴും എനിക്കൊരു വലിയ ഇഷ്യൂ ആയി തോന്നിയിട്ടില്ല. ഇന്നലെയും എനിക്കതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. ആ കണ്ടസ്റ്റൻറ്റിന് ക്വാളിറ്റി ഇല്ല, ആ വ്യക്തിക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നത് തെറ്റായിരുന്നേനെ. എങ്ങനെയെന്ന് വെച്ചാൽ വേറെ ആരും അവിടെ ഒന്നും പറയാതിരുന്നെങ്കിൽ, ഉളുപ്പില്ലാത്തവനെ, നാണമില്ലാത്തവനെ പോയി കുനിഞ്ഞു നിൽക്കട എന്നൊക്കെ ഗബ്രി വിളിച്ചപ്പോഴും പറഞ്ഞപ്പോഴും ഇല്ലാത്ത എന്ത് വലിയ പ്രശ്നമാണ് ക്വാളിറ്റി ഒരു കണ്ടസ്റ്റൻറ്റിന് ഇല്ല എന്ന് സിബിൻ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായത്? വന്ന അന്ന് തൊട്ട് ഇന്നലെ വരെയും മുഖത്ത് നോക്കി മണ്ട, പൊട്ട, ഷൊട്ടെ, മറ്റത് മറിച്ചത് എന്നൊക്കെ ജിൻഡോയെ വിളിച്ചപ്പോൾ തോന്നാത്ത എന്ത് പ്രശ്നമാണ് ഒരു കണ്ടസ്റ്റൻറ്റിന് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായത്? ഇങ്ങനെയൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയുന്ന, മറ്റു മനുഷ്യരെ ബഹുമാനിക്കാതെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, വ്യക്തിഹത്യ നടത്തുന്ന ആൾക്കാർക്ക് ആരെങ്കിലും ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അത്ഭുതവുമില്ല. ഇപ്പോൾ ഈ പറയുന്ന സിബിൻ തന്നെ ജാസ്മിൻ്റെ അടുത്തൊരു ആംഗ്യം കാണിച്ചു എന്നത് വലിയ തെറ്റാണെന്നാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. പക്ഷെ ആംഗ്യം കാണിക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായ സാഹചര്യങ്ങൾ ആരും സംസാരിക്കുന്നില്ല. മുഖത്ത് നോക്കി അയാളെ അപമാനിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ ചില മനുഷ്യർ പരിധി വിട്ടാൽ പ്രതികരിക്കും. ആ പ്രതികരണങ്ങൾ നിയന്ത്രിക്കേണ്ടതാണ്. അത് തെറ്റാണ്. അതിന് സിബിന് കൊടുത്ത ശിക്ഷയും നമുക്ക് സമ്മതിക്കാം. അതുകൊണ്ടാണ് അതിനെ നമ്മൾ തെറ്റെന്ന് പറയുന്നത്. പക്ഷെ അതിന് മുമ്പ് ജാസ്മിൻ അവിടെ കാണിച്ച പ്രവർത്തികൾ ആരെങ്കിലും ചോദ്യം ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജയിലിൽ കിടന്ന് ജാസ്മിൻ കാണിച്ചത് ഇന്ന് ചോദിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരാളെ മുഖത്ത് നോക്കി വേസ്റ്റ് എന്ന് പറഞ്ഞും മറ്റതും മറിച്ചും വായി തോന്നിയതൊക്കെ വിളിക്കുമ്പോൾ എത്രയെന്ന് പറഞ്ഞാണ് മനുഷ്യർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞത് ഇന്നലെ വലിയ പ്രശ്നമായിട്ട് എടുത്ത് കാണിച്ചപ്പോൾ ഇത്രയും നാളായിട്ട് അവിടെ അപമാനിക്കപ്പെടുന്ന ജിൻഡോയെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ലല്ലോ. ജിൻഡോയുടെ മുഖത്ത് നോക്കി മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ എത്ര തവണയാണ് വിളിക്കുന്നത്? അത് ആർക്കും ചോദിക്കേണ്ട. അവിടെ ആരും അതൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെയാണ് ഉളുപ്പില്ലാത്തവൻ, നാണമില്ലാത്തവൻ എന്നൊക്കെ വായി തോന്നിയത് ഗബ്രി വിളിച്ചാലും പ്രശ്നമില്ല. അപ്പോൾ എനിക്കിന്നലെ മനസ്സിലായത്, നമുക്ക് എല്ലാവർക്കും ഈ ഗെയിമിൻ്റെ കാര്യം അറിയാം. പക്ഷേ ഇത് ഓഡിയൻസ് ചിലപ്പം സിബിന് സപ്പോർട്ടായിട്ട് വരും, മറ്റവർക്കെതിരായിട്ട് വരാം, ഒക്കെ ആയിക്കോട്ടെ. പക്ഷെ അതിനകത്തൊരു ന്യായമുണ്ടല്ലോ. ഗെയിം ഷോയ്ക്കകത്ത് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ന്യായം ഉണ്ടാകണമല്ലോ. ആ ന്യായം നടപ്പാക്കപ്പെടാറില്ല പൊതുവേ. അങ്ങനെ ന്യായം അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടവർക്കൊന്നും അത് കിട്ടിയ ചരിത്രവുമില്ല. അതിപ്പോൾ കഴിഞ്ഞ സീസണിലായാലും ഈ സീസണിലായാലും ഏത് സീസൺ എടുത്താലും അങ്ങനെയാണ്. ഇന്നലെ ഇപ്പോൾ ഈ പറയുന്ന സിബിനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് കോർണർ ചെയ്ത് പുറത്ത് സിബിന് വേണ്ട ഒരു വികാരം ഉണ്ടാക്കിയിട്ട് എന്തിനാണ്? അതിൻ്റെ ആവശ്യം എന്താണ്? സിബിന് അല്ലെങ്കിൽ തന്നെ ഓഡിയൻസിൻ്റെ സപ്പോർട്ടുണ്ട്. അകത്ത് നിൽക്കുന്ന ജാസ്മിനെയും അല്ലെങ്കിൽ നോറയും ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആക്കണമെന്ന് നമുക്കിവിടെ ഒരു ആഗ്രഹം ഇല്ലല്ലോ, ആർക്കും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഗെയിമിൻ്റെ ആവശ്യമില്ല. ന്യായം ന്യായമായും സത്യം സത്യമായും പറഞ്ഞും നമുക്ക് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഇന്നലെ ഈ പറയുമ്പോൾ എല്ലാം പറയണം. ഇപ്പോൾ സിബിൻ പറഞ്ഞത് തെറ്റാണ്, നമ്മളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അത് തെറ്റ് തന്നെയാണ്, ചെയ്തത് തെറ്റാണ്. അതുപോലെ തെറ്റ് ചെയ്ത ഓരോരുത്തരെയും ചൂണ്ടിക്കാട്ടുമ്പോഴാണ് അവിടെ നീതി ന്യായമൊക്കെ നടപ്പാക്കപ്പെടുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. തന്തയില്ലാത്തവനെന്നും മറ്റതെന്നും മറിച്ചതെന്നും ഒക്കെ പലരും അവിടെ വിളിച്ചപ്പോൾ ഈ ആവേശം അവരോട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും നമുക്കറിയാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.